നമ്മൾ പലപ്പോഴും എക്സാം ഒക്കെ എഴുതുമ്പോൾ നമുക്ക് മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി എപ്പോഴും മക്കൾ പറയാറുണ്ടല്ലേ. ചിലപ്പോൾ നന്നായിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും, ആദ്യം മുതലേ പഠിച്ചിട്ടുണ്ടാവും, എന്നിട്ടും എക്സാമിന് മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാവരും പറയുന്നൊരു കാര്യം. അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മിസ്റ്റേക്സ് ഒഴിവാക്കാനായിട്ട് പറ്റുക? അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ. എല്ലാവരും NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നുണ്ടായിരിക്കും, ഓരോ ലൈൻ ബൈ ലൈൻ ഒക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഈ NCERT ടെക്സ്റ്റ് ബുക്കിൽ മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങി നിൽക്കുമ്പോഴാണ് ചിലപ്പോൾ അതിന് പുറത്തേക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റാതെ നമ്മൾ സ്റ്റക്ക് ആയി നിൽക്കും. മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിക്കാതെ അതിനൊപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട്, എക്സ്ട്രാ ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട് ഒരുപാട് റെഫറൻസ് ബുക്സ് ഇന്ന് അവൈലബിൾ ആണ്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്ന് റെഫർ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കീ പോയിന്റ്സ് എല്ലാം അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് വൺ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് കാര്യങ്ങളും പഠിക്കുമ്പോഴും ഇനഫ് ടൈം, അതായത് നമ്മൾ എന്ത് ചെയ്യാം, നല്ല സ്ലോ ആയിട്ട് പഠിക്കാം. എന്ത് ടോപ്പിക് എടുക്കുകയാണെങ്കിലും ആ ഒരു ടോപ്പിക്, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ടൈം അതിന് വേണ്ടിയിട്ട് കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ സിമ്പിൾ വേയിൽ നിങ്ങൾ അത് പഠിച്ചു പോകാം. അപ്പൊ നമ്മൾ ടൈം അനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഒരു സമയം എടുത്തിട്ട് വേണം ഏതൊരു ചാപ്റ്ററും നിങ്ങൾ പഠിക്കാനായിട്ട്. പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നിങ്ങൾ വായിച്ച് അത് നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ നിങ്ങളൊരു നോട്ട് അങ്ങ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ സ്കൂളിൽ നിന്ന് ഓൾറെഡി ഒരു നോട്ട് നമുക്ക് ഉണ്ടായിരിക്കും, പക്ഷെ ആ നോട്ട് ചിലപ്പോൾ നമ്മൾ എക്സാം ടൈമിൽ അത്രയാണ് ഹെൽപ്പ് ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം വേർഡ്സിൽ എഴുതുന്ന നോട്ട്സ് ആയിരിക്കും എക്സാം ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നതും. അതിൽ നിന്ന് നമുക്ക് കീ പോയിന്റ്സ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ടൈം എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററിനും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചില ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ കോൺസെപ്റ്റും ചില സമയത്ത് ഓരോ കോൺസെപ്റ്റും നമുക്ക് അത്ര ക്ലിയർ ആവില്ല അല്ലെ. അപ്പൊ നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ റെഫർ ചെയ്യുന്നുണ്ടായിരിക്കും, ലൈവ് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു ഹോൾ ചാപ്റ്ററിന്റെ ഒരു ഫുൾ വീഡിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഏതാണോ ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഏതാണോ ആ ടോപ്പിക് അത് നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക, അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ആ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ മാത്രം ഇരുന്ന് കാണാം. ഒരു ഫുൾ ചാപ്റ്റർ വീഡിയോ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആ കോൺസെപ്റ്റ് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. അപ്പൊ കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആവണം, ക്ലാരിറ്റി നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് അത് കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഓരോ ഗോൾസ് ഉണ്ട് അല്ലെ, ഓരോ ലക്ഷ്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഡെയിലി എണീക്കുമ്പോൾ ഓരോ ദിവസവും ഇന്നതാണ് എൻ്റെ പ്ലാൻ എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ മണിക്കൂറിലും നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഓരോ ടാർഗറ്റ് അങ്ങ് ഫിക്സ് ചെയ്യാം. പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഞാൻ ഇത്ര മാത്രം ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ലെസണിൽ ഇത്ര പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ കുട്ടി ടാർഗറ്റ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓരോ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴും നമുക്ക് സെൽഫായിട്ട് വരുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. ആ ഒരു മോട്ടിവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്തോളൂ. അത് പോരാഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ മണിക്കൂറും അച്ചീവ് ചെയ്യേണ്ട ഓരോ ടാർഗറ്റ് കൂടി ഫിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നമ്മളെ പഠിക്കാനായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. ഇനി ആൻഡ് ലാസ്റ്റ് നമ്മൾ ഇനി ചെയ്യേണ്ട ഒരൊറ്റ കാര്യമാണ് ടൈം മാനേജ്മെന്റ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് നമ്മൾ ഫെയിൽ ആയി പോകുന്ന ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാം ടൈമിലായാലും നമുക്ക് ആ ഒരു ടൈമിന്റെ ഉള്ളിൽ എക്സാം എഴുതി തീർക്കാൻ പറ്റാത്തത് ഈ ടൈം മാനേജ്മെന്റ് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ടൈം മാനേജ്മെന്റ് നമ്മൾ അത്രയധികം ശ്രദ്ധിക്കാം. അപ്പോൾ ഓരോ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോഴും എത്ര ടൈമിന്റെ ഉള്ളിൽ എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ എഴുതാം. നിങ്ങൾക്ക് ഓരോ എക്സാം പേപ്പേഴ്സ്, മോഡൽ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ പേപ്പേഴ്സ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും, ഇത്ര മണിക്കൂറിനുള്ളിൽ എനിക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ ദിവസത്തെയും ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ടൈമിലും നിങ്ങൾ ഈ ഒരു ടൈം മാനേജ്മെന്റ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതൊക്കെ ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് എപ്പോഴും മിസ്റ്റേക്സ് വരുത്തുന്നതാണ്, അല്ലെങ്കിൽ മിസ്റ്റേക്സ് വരുന്നതുകൊണ്ട് നമ്മുടെ എക്സാമിന് മാർക്ക് കുറഞ്ഞു പോകുന്നതാണ്. സോ ഈ ഒരു മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും.